ശ്രീഗണപതയേ നമഃ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരി ദേവകീ സുതാ ജയ. എല്ലാവർക്കും നമസ്കാരം. വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് 14-ാമത്തെ അധ്യായം. സുതദേവന്റെ വാക്യം ഇങ്ങനെ കേട്ട നേരം ഇതിലാധിപരാജൻ പിന്നെയും ചോദ്യം ചെയ്താൻ. മന്വന്തരത്തിങ്കൽ ഉണ്ടായി വേനനെന്നും ദിവ്യമായിടും കഥാഫലവും കേട്ടിരിക്കെ ഇപ്പോഴോ ദീക്ഷാകുവംശേ പിറന്നിടുമെന്നു ചിൽപ്പുമാനരുൾ ചെയ്ത് വാക്യവും കേൾക്കമൂലം ബോധിച്ചിടുന്നതില്ല. ബുദ്ധിമേ പോരായികയാൽ ബോധത്തെ ഉണർത്തേണം എന്നരുൾ ചെയ്തു തന്നെ. കേൾക്ക നീ പുരാണങ്ങൾ തോറും ഓരോരോ ഭേദം പോഷ്കല്ല വന്നുകൂടും അന്നേരം സന്ദേഹങ്ങൾ. കൽപ്പഭേദങ്ങൾ കൊണ്ടാകുന്നതും കഥാഭേദം അല്പവും നിനയാതെ കൃത്യകൾ അതിനെടു. 7 കൽപ്പത്തിൻ മുമ്പേ ജനിച്ച് മാർക്കണ്ഡേയൻ കോഴ കൂടാതെ അരുൾ ചെയ്തു മാമേഷകഥ. ഞാനതു തന്നെ ഭവാനോടുര ചെയ്തിടുന്നു മനുഷ്യേശ്വര. തെളിഞ്ഞിനിയും കേൾക്ക ഭവാൻ. മാധവമാസധർമ്മം ഇതിനെ ഉപേക്ഷിച്ചു ബോധഹീനന്മാരന്യധർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ രൗരവമായിടുന്ന നരകേ വാണു ചിരം ക്രൂരണാം പിശാചനായി വന്നിടും അവൻ പിന്നെ എന്നൊരു സൂക്ഷ്മധർമ്മം അറിവാനൊരു കഥ. മന്നവാ കേട്ടുകൊൾ നീ സാദരം ചൊല്ലാമെടു. രാത്രിയിൽ ഗോദാവരി തീരത്തു ബ്രഹ്മേശ്വര ക്ഷേത്രമുണ്ടതിനടുത്തെത്രയും വിഖ്യാതരായി ദുർവാസ ശിഷ്യന്മാരായി 2 പുത്രന്മാരുണ്ടായ സർവവിദ്യാംബോ നിധിപാരകന്മാരാമവർ. നിരപേക്ഷണന്മാരായി ഭിക്ഷാമാത്രാശനരായി പാരഴും ഗുഹതന്നിൽ മിക്കതും വസിച്ചിടും. സത്യനിഷ്ഠനും തപോനിഷ്ഠനും എന്നവർ നാമം സത്യനിഷ്ഠന്റെ വൃത്തി മുമ്പിനാൽ പറഞ്ഞിടാം. സന്തതം നാരായണ കഥ കേൾപ്പതിന്നിച്ച ചിന്തയിൽ അന്യങ്ങളിൽ ആശയിൽ അവനേതും. കേൾപ്പിപ്പാനാളില്ലാതെ കേൾപ്പതിനാളുണ്ടെങ്കിൽ കേൾപ്പിപ്പാനവനിച്ച വിഷ്ണു മാഹാത്മ്യമല്ലോ. രണ്ടിനും അന്യന്മാരില്ലാതിപ്പോൾ ധ്യാനനിഷ്ഠൻ വേണ്ട കർമ്മങ്ങൾ ഭാരം ചുരുക്കമെന്നേയുള്ളൂ. കഥ കേൾപ്പതിനേകൻ ഉണ്ടെന്നാകിലും അന്നാൾ കതിപ്പാനൊരുവനുണ്ടെന്നാലും അനുദിനം കർമ്മങ്ങൾ ചെയ്യുകയില്ല ഭോജനാദിയുമില്ല. നിർമ്മല കഥാസക്തൻ സർവജ്ഞൻ അറിയുക നീ. വ്യാധിയാൽ നടപ്പതിനാളില്ലാതൊരു ഉപമാൻ മാധവകഥ തൻ്റെ ഗ്രഹത്തിൽ നിന്നു ചൊല്ലും. തുഷ്ടനായി തത്ര വാഴും സത്യനിഷ്ഠനുമെന്നാൽ കഷ്ടമെത്രയും കൂപതോയത്തിൽ കുളിച്ചിടും. തൽക്കഥകളായകയാൽ ബന്ധുവർഗത്തിൽ തൃഷ്ണാമേൽക്കുമേൽ വർദ്ധിച്ചിടും എന്നുള്ള ഭയം കൊണ്ടും കേശവൻ തന്നെ കുറിച്ചുണ്ടാകും ഹരതിയും ആശുപോയിടും. കഥ കേൾക്കുമ്പോൾ ശ്രദ്ധയുണ്ടാം. സാധുക്കളാകും ബന്ധുജനത്താൽ അതുകാലം ചേതസി മഹൽ ജ്ഞാനം ഉണ്ടാകും. അതുമൂലം ജ്ഞാനമില്ലാത്തവർക്കോ കർമ്മങ്ങൾക്കില്ല ഫലം. നൂനം ദർപ്പണങ്ങളാൽ അന്ധന്മാർക്കെന്തോ ഫലം. ജ്ഞാനിക്കൂ കർമ്മമെല്ലാം ശുദ്ധിയായി വന്നുകൂടും. മാനസശുദ്ധി കൊണ്ടു സൽക്കഥ കേൾക്കായി വരും. ശ്രവണാൽ ജ്ഞാനം ധ്യാനം മനനമതും പിന്നെ ശ്രവണേ ധരിക്ക നീ സകല ജ്ഞാനങ്ങളും. മാധവകഥ നഹിയായ ദേശവും നല്ല സാധുവൃന്ദവും ഹീനമായുള്ള വാപസ്ഥലം. കേശവക്ഷേത്രം പശു തുളസീഹീനമായ ദേശേ വാഴുകെന്നുള്ള എത്രയും മഹാകഷ്ടം. ഹരിനാമവും കഥാസാധുവർജിത ദേശേ നരന്മാമൃതരായാൽ ശ്വാനനായി ശതജന്മം. ഇത്തമോർത്തനാരദം സൽക്കഥാരതനായി ചിത്തം മാധവേ ലയിച്ചിരിക്ക സദാകാലം. അന്യനാന്തപോനിഷ്ഠൻ അനിശം കർമ്മസക്തൻ അന്യമൊന്നിങ്കലാശ സ്വകർമ്മമൊഴിഞ്ഞില്ല.
ചൊല്ലുപോനല്ല കഥ കേൾപ്പാനും കാലമില്ല. ചൊല്ലേഴും കർമ്മഭംഗം വരുമെന്നോർക്ക മൂലം താനിരിപ്പേടത്തൊരുവൻ വന്നു കഥ ചൊന്നാൾ. താനവിടുന്നു നീങ്ങി സുധർമാദികൾ ചെയ്യും. ചൊൽക്കൊള്ളും കഥയാരംഭിച്ചിടും അവിടെ എന്ന കഥ കേട്ടാൽ സ്നാനം മറ്റൊരിടത്തു നൂനം. തൽക്കർണങ്ങളും നാവും തൽക്കഥ നിർത്തിയിടാതെ സൽക്കർമ്മഭംഗമെന്നു നനച്ചു മഹാഭാവി. മരിച്ചു പിശാചനായി ജനിച്ചാനവൻ പിന്നെ ധരിച്ചിടുക സാരം ചിന്നകർണന്. ധരിച്ചിടുക നാമം ചിന്നകർണനെന്നല്ലോ. ശുഷ്കകണ്ഠോഷ്ടാ താലോദേഹനായി വിശന്നേറ്റം ദുഷ്കൃതി ചിരകാലം പെരുകെ ദുഃഖം കൊണ്ടാൻ. രക്ഷിപ്പാനാരുമില്ല ഭക്ഷിപ്പാനേതുമില്ല. തക്ഷണേ കർമ്മഫലമെന്നുണ്ടോ മനസ്സിങ്കൽ. ദാഹത്തെ സഹിയാഞ്ഞു ഏറ്റവും ക്ഷുതാർത്ഥനായി മോഹിച്ചു വീണു ഉടൻ പുണർന്നും എഴുന്നേറ്റും. വായുതന്മയിലേറ്റാൽ വാൾകൊണ്ടെന്നതുപോലെ പേയഭക്ഷ്യങ്ങൾ വിഷമെന്നതും തോന്നും സദാ. ജലങ്ങൾ കണ്ടാൽ അഗ്നിയെന്നു തോന്നിയിടും ചിത്തേ. പല നാളേവം വനേ വിഗതജനേ വാണാൻ. ഒരു നാൾ വാരാണസി പുരിക്കു സത്യനിഷ്ഠൻ ധരണി സുരൻ തദാരണ്യേ ജന്നിതു ബലാൽ. ചിന്നകർണനും ഭൂമിദേവനും തമ്മിൽ കണ്ടൻ ഉന്നതഭയത്തോടും ഓടുന്ന പിശാചത്തെ. മന്ദമായി വിളിച്ചു ചോദിച്ചു വൃത്താന്തമെല്ലാം. അന്നേരം നിജപൂർവ ജന്മവും കർമ്മങ്ങളും ഒന്നൊഴിയാതെ കേട്ട നേരത്തു സത്യനിഷ്ഠൻ തന്നെ പരമാർത്ഥം ഒക്കെയും ചൊല്ലി. പിന്നെ ദുർനയനോടു ധന്യനിങ്ങനെ ചൊല്ലിടിനാൻ. നന്നു നന്നഹോതവ ചേഷ്ടിതം ദുരാത്മാവേ. നിന്നുടെ സഖിയാകും ദുർവാത ശിഷ്യനഹമൊന്നിച്ചു വിദ്യാഭ്യാസം ചെയ്തതെന്നറിഞ്ഞാലും മുഖ്യമാം ബ്രഹ്മേശ്വര ക്ഷേത്രവാസികൾ പുരാ മുഖ്യത കർമ്മങ്ങൾക്കൻ അല്ലയോ ചൊല്ലി ഭവാൻ. ഭക്തരാം മഹാജ്ഞാനിമാരുടെ മതം കേട്ടാൽ ശുദ്ധവിപ്രന്മാർക്കേറ്റം കർമ്മവും വലുതെന്നും. തൽക്കഥ കേട്ടാൽ കർമ്മവൈകല്യം വരുമെന്നും ദുഷ്കൃതിയായ ഭവാൻ എന്നോട് ചൊല്ലിയില്ലയോ. എന്നുടെ ദൃഷ്ടി തന്നിൽ ഏറ്റ കാരണം ഇപ്പോൾ വന്ന കന്മഷജാലും ദൂരവേ കളഞ്ഞിടാം. ഇങ്ങനെ കേട്ട നേരം സത്യനിഷ്ഠൻ്റെ കാൽക്കൽ തിങ്ങനെ ഭക്ത്യ നമസ്കരിച്ചാൻ പിശാചനും. രക്ഷരക്ഷേതി വീണഭാവിയെ കണ്ടു ദയാദക്ഷനാം ധാതുശ്രേഷ്ഠൻ എഴുന്നേൽപ്പിച്ചു ശീഘ്രം. വൈശാഖമാസമാഹാത്മ്യം ഒരു മുഹൂർത്തത്താൽ ആശയാ കേട്ട പുണ്യം കൊടുത്തു പിശാചനും. അന്നേരം പാപങ്ങളും തച്ഛരീരവും പോയി സുന്ദരമായ ദിവ്യരൂപവും സിദ്ധിച്ചവൻ. സത്യനിഷ്ഠനെ കൂപ്പി നമസ്കാരവും ചെയ്തു സത്വരം ദിവ്യയാനം ഏറിപ്പോയി മറഞ്ഞിതു. അധ്യായം 14 ഇവണ്ണം ചൊല്ലിയിടിനേൻ ബദ്ധകൗതുകത്തോടു കേട്ടുകൊണ്ടാലുമിന്നും. ഇതി വൈശാഖമാഹാത്മ്യേ 14 സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.